നേപ്പാളിൽ വീണ്ടും ആശങ്ക. ടിബറ്റിൽ വീണ്ടും അണക്കെട്ട് തകർന്നതായി നേപ്പാൾ പോലീസ്. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ അടിയന്തരമായി അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ, പുതിയ വിവരങ്ങൾ എന്താണ്? റോഷ്നി, വീണ്ടും ആശങ്ക തന്നെയാണ് നേപ്പാളിൽ നിന്ന് വരുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 11 മണിയോടുകൂടിയാണ് നേപ്പാൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു അലേർട്ട് വരുന്നത്. വീണ്ടും ഒരു അണക്കെട്ട് തകർന്നിട്ടുണ്ട് എന്നും വീണ്ടും നദികളിൽ പ്രളയജലം ഒഴുകിയെത്താം എന്നും നദിക്കരയിലുള്ള ആളുകൾ, അതോടൊപ്പം നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം എന്നാണ് നേപ്പാൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു അറിയിപ്പ്. അതിനനുസരിച്ച് രക്ഷാപ്രവർത്തനം അടക്കം കുറച്ചു നേരത്തേക്ക് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ടിബറ്റൻ അതിർത്തിയിലാണ് വീണ്ടും ഒരു അണക്കെട്ട് തകർന്നതായുള്ള വിവരം പുറത്തു വന്നത്. ഇപ്പോൾ ചൈനയും അവരുടെ അതിർത്തി മേഖലയിൽ വീണ്ടും ഒരു പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനം നിലവിൽ ഇപ്പോൾ ചൈന നിർത്തിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് BBC അടക്കം നൽകുന്നത്. ചൈനയിലെ ടിബറ്റ് അതിർത്തിയിൽ ഒരു കൃത്രിമ തടാകം രൂപപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒരു കൃത്രിമ തടാകം രൂപപ്പെട്ടിരുന്നു. അത് അനിയന്ത്രിതമായി ഒഴുകാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതൊരു സൂചനയാണ് വീണ്ടും ഒരു മിന്നൽ പ്രളയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയാണ് അടിയന്തര നടപടികൾ സ്വീകരിച്ചത്. അത് ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു പ്രളയ സാധ്യത തന്നെ ചൈനയും മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിലുള്ള രക്ഷാപ്രവർത്തകരോടൊക്കെ അടിയന്തരമായി അവിടെ നിന്ന് പിന്മാറി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ, ഏകദേശം 3 ജില്ലകളിൽ ഇത്തരത്തിലൊരു പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ ഇപ്പോൾ നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഉണ്ടായ പ്രളയത്തെ തുടർന്ന് ആ മേഖലകളിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പല ആളുകളെയും ഇനി ഈ മരിച്ചു എന്ന് വിലയിരുത്തപ്പെട്ട ആളുകളെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 100-ലധികം ആളുകളെ മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏകദേശം 500-നടുത്തേക്ക് മരണസംഖ്യ എത്തും. അങ്ങനെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഭയാനകമായ ഒരു കാഴ്ചയാണ് നേപ്പാളിൽ ഉടനീളം ഉള്ളത്. അതിൻ്റെ ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ആഘാതം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ ചൈന ഇപ്പോൾ ഒരു ആശങ്കയുടെ മുന്നിലാണ്. ഒരുപക്ഷെ അതിർത്തി മേഖലകളിൽ വീണ്ടും ഒരു മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് അവിടെയുള്ള പ്രദേശവാസികൾക്കും രക്ഷാപ്രവർത്തകർക്കും നൽകിയിട്ടുള്ളത്. സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സാഹചര്യങ്ങൾ അതീവ ഗുരുതരമാകുന്നു വീണ്ടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ അതീവ ദുഷ്കരമെങ്കിലും നേപ്പാളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു.